2025 ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഈ മാസം 20-നും 30-നും ഇടയിൽ തുടർച്ചയായിട്ട് ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്നത്. 2024 മാർച്ച് മാസം തുടങ്ങിയ സർക്കാർ സ്വീകരിച്ച നടപടികൾ ആണ് 20-30 ഇടയിൽ ക്ഷേമ പെൻഷൻ വിതരണം ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന് കൈകളിൽ എത്തിക്കുക എന്നത്. മാർച്ച് മാസം മുമ്പ് തന്നെ ഒരു ഗഡു കൂടെ നമുക്ക് അനുവദിക്കും. കാരണം കുടിശ്ശിക തുകയാണ് അനുവദിക്കുക. കാരണം ഈ ക്രിസ്മസിന് 2 മാസത്തെ പെൻഷൻ തരും എന്ന് പറഞ്ഞെങ്കിലും തുക കണ്ടെത്താൻ സർക്കാരിന് കഴിഞ്ഞില്ല. 1 മാസത്തെ പെൻഷൻ വിതരണം നടത്താൻ സർക്കാരിന് 800 കോടി രൂപ ആവശ്യമാണ്. 2 മാസത്തെ നടത്താൻ 1900 കോടി ആവശ്യമാണ്. ഇത് കണ്ടെത്താൻ സർക്കാരിന് സാധിച്ചില്ല. 1 മാസത്തെ മാത്രമാണ് ക്രിസ്മസിന് അനുബന്ധിച്ച് വിതരണം ചെയ്തുള്ളൂ. സർക്കാരിന് മുമ്പേ പറഞ്ഞിരുന്നു ഈ വർഷം 2 മാസത്തെ, അടുത്ത വർഷം ബാക്കിയുള്ള 3 മാസത്തെ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് വാക്കുപാലിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. പകരം മാർച്ച് മാസത്തിന് മുമ്പായിട്ട് 1500 രൂപ കുടിശ്ശിക തുകയായിരുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന് കൈകളിലെത്തും. ഇനി ശേഷിക്കുന്ന 3 ഗഡുവാണ്. മൊത്തം 6400 ഉണ്ട് കുടിശ്ശിക. അതിൽ 3 ഗഡു ആണ് ശേഷിക്കുന്നത് മാർച്ച് മാസം കഴിഞ്ഞാൽ. അത് 2025 ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും വരുന്നത്. എങ്കിൽ പോലും തെരഞ്ഞെടുപ്പിന് മുമ്പാകെ ഫുൾ തുക, കുടിശ്ശിക തുക തന്നു തീർക്കാനാണ് സർക്കാർ തീരുമാനം. ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ LDF സർക്കാരിന് അത് വലിയ തിരിച്ചടിയാവും. ഇത് മാത്രമല്ല, പെൻഷൻ വർധനവിനെ കുറിച്ച് ജനങ്ങൾ ചോദിച്ചിരുന്നു വാട്സപ്പിലൂടെയും കമൻറ്റിലൂടെയൊക്കെ ആയിട്ട്. അതും ഈ സാമ്പത്തിക വർഷം ബജറ്റിൽ പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 100-200 രൂപ വർദ്ധിച്ച് 1600 കിട്ടേണ്ട സ്ഥാനത്ത് 1700, 750, 800 ത്തിലേക്കൊക്കെ ക്ഷേമ പെൻഷൻ വിതരണം എത്തിയേക്കാം. വോട്ടവകാശമുള്ളവർ 25% പെൻഷൻ അർഹത ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വോട്ട് വളരെ നിർണായകമായിരിക്കും. അതുകൊണ്ട് ഇവരെ സന്തോഷിപ്പിക്കാനായിട്ട് 100-200 ക്ഷേമ പെൻഷൻ വർദ്ധിച്ചേക്കാം. അനുകൂലമായി നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും പെൻഷൻ വർധനവുമായിട്ട് ബന്ധപ്പെട്ട്. എന്തായാലും വിശദമായിട്ടുള്ള വിവരം നമുക്ക് ജനുവരി മാസം പകുതിയോടൊക്കെ ആകുമ്പോൾ ബജറ്റ് കൂടുണ്ട്. അപ്പോൾ ബജറ്റിൽ നമുക്കറിയാൻ പറ്റും ക്ഷേമ പെൻഷൻ്റെ വർധനവുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റായിട്ടുള്ള ഇത് വാർത്ത എന്നാലും നമുക്കറിയാൻ പറ്റുള്ളൂ. ഇനി ഇതായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത, 2025 പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താകുമോ എന്ന് വളരെയധികം ജനങ്ങൾ പേടിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയേണ്ട. അപ്പോൾ ആദ്യമായിട്ട് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ ഇത് സർക്കാർ ജീവനക്കാർക്കാണ് കൂടുതലായിട്ട് ബാധിക്കുന്ന. സർക്കാർ സർവീസിൽ ഇരുന്നിട്ട് ഈ വാർഷികകാല പെൻഷൻ, വിധവ പെൻഷൻ എന്നിവ ഒക്കെ വാങ്ങുന്ന ആളുകൾക്കാണ് പണി കിട്ടാൻ പോകുന്നത്. അല്ലാണ്ട് സാധാരണ ജനങ്ങൾ പേടിക്കണ്ട. ഇപ്പോൾ നിലവിൽ ഇങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് അന്വേഷണമൊക്കെ നേരിടേണ്ടി വരിക. അതുകൊണ്ട് സാധാരണക്കാർ ഇപ്പം നിലവിൽ പേടിക്കണ്ട.
അത് മാത്രമല്ല അവർ വാങ്ങിയ പലിശ അടക്കം തിരിച്ചടയ്ക്കേണ്ട ഒരു നടപടി ഇങ്ങനെ ഉണ്ടാവും. എന്നാൽ സാധാരണക്കാർക്ക് പെൻഷൻ ലഭിക്കുന്നതെന്ന് പറഞ്ഞ അർഹത മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചാണ് നമുക്ക് മുൻപും പെൻഷൻ തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ ആരും പേടിക്കണ്ട. സർക്കാർ ജീവനക്കാർ മാത്രം ഇതിനെക്കുറിച്ച് അന്വേഷണം നേരിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് ക്ഷേമ പെൻഷൻ നഷ്ടപ്പെടാതിരിക്കാൻ ചില കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വീഡിയോയിൽ ഞാൻ പറയാം. വിധവാ പെൻഷൻ വാങ്ങുന്നവർ, പുനർവിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റും, അതുപോലെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റും പഞ്ചായത്തിൽ സമർപ്പിക്കേണ്ടതാണ് ഈ മാസം. ഇത് 2025 സമർപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഇന്നും കൂടെ ഉണ്ട് സമയം, നിങ്ങൾക്ക് ഒരു പക്ഷേ ക്ഷേമ പെൻഷൻ നഷ്ടപ്പെടുന്നതായിരിക്കും. 60 വയസ്സിന് മുകളിലുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇത് സമർപ്പിക്കേണ്ട. നമുക്ക് സാധാരണക്കാർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ട് വരും. പക്ഷേ അതിൻ്റെ ഡേറ്റ് കൺഫേം ആയിട്ടില്ല. ഈ വർഷം തന്നെ അത് ഉണ്ടാകും എന്നാണ് റിപ്പോർട്ട്. 2025 ഏപ്രിൽ മാർച്ച് മാസത്തിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഡേറ്റ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുക. നമ്മുടെ മാസ വരുമാനം 1,00,000 മുകളിലോ 1,00,000 മുകളിലോ ആണെങ്കിൽ നമുക്ക് തുടർന്ന് പെൻഷൻ കിട്ടാനുള്ള അർഹതയില്ല. നമ്മുടെ കേരള സംസ്ഥാനത്തെ കൈകളിൽ പെൻഷൻ വാങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇനി ഫേസ് മസ്റ്ററിങ് നിങ്ങളുടെ ഉൾപ്പെടുത്തുവാണ്. അതായത് എല്ലാ മാസവും പെൻഷൻ സർക്കാർ ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തി പെൻഷൻ കൈമാറണമെങ്കിൽ ഈ ഫേസ് മസ്റ്ററിങ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വീട് വിട്ട് പുറത്തു പോവുകയോ ഒന്നും വേണ്ട. സർക്കാർ ജീവനക്കാർ വീട്ടിലെത്തി പെൻഷൻ നൽകുമ്പോൾ അവരുടെ കയ്യിൽ ഒരു ഡിവൈസ് കാണും. ആ ഡിവൈസിൽ നിങ്ങളുടെ ഫേസ് പതിപ്പിച്ച് അത് സൈറ്റിൽ ശരിയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പെൻഷൻ കിട്ടുള്ളൂ. ഇത് ഇങ്ങനെ ഉൾപ്പെടുത്താനുള്ള കാരണം മരിച്ചു പോയിട്ടും മരിച്ച ആൾക്കാരുടെ പെൻഷൻ ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുക്കൾ വാങ്ങുന്നതായിട്ട് സർക്കാരിന് കംപ്ലൈൻറ്റ് കിട്ടി. ആ കംപ്ലൈൻറ്റിൻ്റെ പേരിലാണ് ഈ നടപടികൾ ഇനി സർക്കാർ സ്വീകരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റായ കുറേ ന്യൂസുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ഇടുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ പോലത്തെ ആളുകളുടെ വിജയം. നിങ്ങളാണ് എന്നെ ഇത്ര ഒരു ലെവലിൽ എത്തിച്ചത്. അപ്പോൾ എല്ലാവരും മാസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും, സാധാരണക്കാർക്ക് എല്ലാവർക്കും തുക എത്തിച്ചേരും. എന്നായാലും വീണ്ടും അടുത്ത വീഡിയോ കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ വിഷ്ണു ക്രിയേഷൻസ്.